ഹലോ. അപ്പോൾ ഇന്നൊരു സഡൻ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ആമ്മ വന്നിരുന്നു. അപ്പോൾ അമ്മേനെ കൂടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കാക്ക പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു സർപ്രൈസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ പെട്ടെന്ന് ഓലൊന്ന് റെഡിയാക്കി വെക്കുകയെ, എന്തായാലും ഞാൻ വരുമ്പോൾ ഒരു ഷോക്കാവും. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞില്ല എന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഓനിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓന് മേലെയുള്ള വെയിറ്റ് ചെയ്യാൻ റോട്ടുമേൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ റെഡിയാക്കിയിട്ട് ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഓലൊന്ന് റെഡിയാക്കി നോക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാറ്റി കൊടുത്ത് നോക്കുക. അവർക്ക് എന്താ, കാരണം എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഓലൊന്ന് റെഡിയാക്കി വെച്ച് നോക്കുക നമ്മൾ. അപ്പോൾ ഞാൻ ഓലോട് എന്തായാലും ഞാൻ ഓലോടെ ഒരു റീല് ചെയ്യാം, നമുക്ക് റീല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഓല ഡ്രസ്സ് ചെയ്യിപ്പിച്ച് നോക്കട്ടെ. ഓലെപ്പോഴും എന്നോട് അല്ലു പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലാണ് ഇട്ട് എൻ്റെ കൂടെ അങ്ങനെ റീല് കാണുന്ന സമയത്ത് പറയാറുണ്ട്. ഈ ചിക്കൻ ബനാന എന്ന് പറഞ്ഞുള്ള റീലുണ്ടല്ലോ, അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി കണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയാൻക്കാണെങ്കിൽ ആ സോങ് കേട്ടാൽ ഭയങ്കര ചിരിയാണ്. എന്താണെന്നല്ല, ആ പാട്ട് കേട്ടവൻ അപ്പോൾ നല്ല ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് റീല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഓലൊന്ന് മാറ്റിച്ച് കൊണ്ടുവരാം. അപ്പം ഓക്കെ, അപ്പോൾ കാണാം. അല്ലുവിനെ മാറ്റിക്കാൻ നോക്കിയപ്പോഴാണ് ഓള് മുറ്റത്ത് നിന്നാണ് തോക്കറ്റ് കോപ്രായം കാണിക്കേണ്ട, ഓരോരോ കോപ്രായങ്ങൾ കാണിക്കണേ. അങ്ങനെ ഇനി രണ്ടാളെയും കൂട്ടിയിട്ട് വേഗം മാറ്റാൻ പോവാം. ഓക്കെ, എന്താ മാറ്റണേ? എന്തേ മാറ്റിക്കണേ? എന്താണ്? എങ്ങോട്ടാ പോണേ? കൂട്ടിലല്ല, വീഡിയോ എടുക്കണ്ടേ? ഡാൻസ് കളിച്ചിട്ട് വീഡിയോ എടുക്കണ്ടേ? ചിക്കൻ ബനാന. അങ്ങനെ അവർക്ക് സർപ്രൈസ് വരുന്നുണ്ടെന്ന് അറിയാതെ അവരിന്ന് ഡാൻസ് കളിക്കേണ്ട രണ്ടാളും. അയാന് ഫോട്ടോയ്ക്കും പോസ് ചെയ്യണേ, അല്ലുണെങ്കിൽ ഡാൻസ് സ്വയം ചെയ്യണം. ഞാൻ വീഡിയോ എടുക്കുന്നത് റീലാന്ന് വെച്ചിട്ട്. ആ സമയത്താണ് കാക്ക വന്നത്. കാക്ക വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കണ്ട് എന്താണ് കാറിൻ്റെ ഉള്ളിലുള്ള സാധനം നിങ്ങൾ കണ്ടോ. അങ്ങനെ അല്ലു വന്ന് പറയണേ, മാമ ഞങ്ങൾ ചിക്കൻ ബനാന ഡാൻസ് കളിക്കണം എന്നല്ലു പറഞ്ഞ്. അയ്യാനാണെങ്കിൽ അവൻ പുതിയ ഡ്രസ്സ് മാറ്റിയത് പോയി കാണിച്ചു കൊടുക്കണേ. മാമനെ പായിട്ടിക്കണറുണ്ട്, പാലും പായൊക്കെ തൊട്ട് കാണിക്കണേ. അവർക്കും ഒരു ഐഡിയ ഇല്ല, ഇത് അവർക്കുള്ള സംഭവമാണ്. ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു, ആർക്കും ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾക്കൊക്കെ മനസ്സിലായി, എനിക്കും അമ്മക്കൊക്കെ മനസ്സിലായി കണ്ടപ്പോൾ അവർക്കുള്ളതാണെന്ന്. ഇത് കാക്കാൻ്റെ കുട്ടിയൊക്കെ അപ്പാൻക്കും ലിയക്കും ഇന്നാപ്പിക്കൊക്കെ ഓൽക്കൊക്കെയുള്ള സൈക്കിളായിരുന്നു. അപ്പുറത്തുനിന്ന് എളാപ്പാൻ്റെ മോന് ഇതാർക്കുള്ള സൈക്കിളാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓനുണ്ടായിരുന്നു മതിലപ്പുറത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓട്ടാൻ പറ്റില്ല, അത് അബാൻ്റെതാണ്. ബേബി സൈക്കിളാണ് ഇത്, വലിയതാണ്. നോക്കട്ടെ, ഇങ്ങോട്ടേക്ക്. ഇതാ സൈക്കിള്, സൈക്കിള് അൻ്റെതാ, അൻ്റെ സൈക്കിളാണ്. ടയറുണ്ട് ചവിട്ടി നോക്കേ. അങ്ങനെ അല്ലുവിനെ സൈക്കിൾ മേലൊക്കെ കയറ്റിക്കാണ്ട് കാക്കുന്തി കൊടുക്കും. ഭയങ്കര പേടി കയറിയ സമയത്തെ, കാരണം 4 ചക്രം ഉണ്ടെങ്കിലും ആദ്യമായിട്ട് ഞാൻ എത്ര വലിയ സൈക്കിളായപ്പോഴേ ഒക്കെ ഭയങ്കര എന്താണെന്നല്ല ഭയങ്കര പേടി. മറിഞ്ഞു പോകുമോ, വികാൻ പോകണ്ട, ശരിയുമ്പോഴൊക്കെ വീണോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ കാക്കുന്തി കൊടുത്തപ്പോൾ പിന്നെ ഓക്കെ ആയി. പിന്നെ അതിന് ശേഷം പറഞ്ഞു കൊടുത്തത് 2 സൈഡിലൊക്കെ ടയറുണ്ട്, വികൂല സേഫാണ് കേട്ടോ. വികൂല 2 സൈഡിലും ടയറൊക്കെ ഉണ്ട്, ചവിട്ടി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഓളിങ്ങനെ ചവിട്ടാൻ ശ്രമിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ സൈക്കിൾ ഉണ്ട്, 4 ചക്രത്തിന് സൈക്കിൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ചെറുതായിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം അയാൻ്റെ സൈക്കിളിൻ്റെ ആ വലിപ്പമായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തുടക്കത്തിലെ ഒരു ട്രബിളാണ്. അങ്ങനെ ഓള് ചവിട്ടി ഇങ്ങനെ പഠിക്കണം. അപ്പോൾ അയാനവിടെ സൈക്കിളുമ്പോൾ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ കാക്ക ഓനെ ഉന്തി കൊടുക്കുകയാണ്. ഉന്തി കൊടുത്തിട്ട് ഓനോ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഓനാണെങ്കിൽ ഒരു അന്താളിപ്പാണ്, എന്താ സംഗതി എന്നുള്ളൊരു പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം ഓനെ ചവിട്ടാനൊന്നും ആയിട്ടില്ല, ചവിട്ടാൻ അറിയണമില്ല. അപ്പോൾ ഓൻ ജസ്റ്റ് കയറി ഇരിക്കുക തന്നെ ഉള്ളൂ. അങ്ങനെ ഓനോട് ഞാൻ വന്ന് പറഞ്ഞു, ഇതുമ്പോൾ ബെല്ലൊക്കെ ഉണ്ട്, ബെല്ലടിച്ച് നോക്കുക പറഞ്ഞപ്പോൾ അടിച്ചോക്കെ അടിച്ചൂടെ.
അടിച്ചോക്കെ ഇതങ്ങനെ. അങ്ങനെ ഫൈനലി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അല്ലു ഒറ്റയ്ക്ക് ചവിട്ടാൻ വേണ്ടി ശ്രമിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ചവിട്ടി വരുന്നുണ്ട്. ഓക്ക് ചേരലും ഇതൊക്കെ ഉണ്ട്, ചവിട്ടാൻ കുറച്ച് പണിയുണ്ട്. അങ്ങനെ എന്തായാലും ഓള് നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തുടക്കത്തിനുള്ള കേട്ടോ. ഇപ്പൊക്കെ സൈക്കിള് കഴുകി അകത്ത് കയറ്റി ഒക്കെ അകത്തിട്ട് ചവിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി തറവാട്ടിങ്ങൾ കൊണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തറവാട്ടിങ്ങൾ അവിടെ ഒരു സൈഡ് റോഡുണ്ട്, ആ റോട്ടുമ്പോൾ കൂടെ ചവിട്ടി പഠിക്കണം. പാരൻ്റെ ഉള്ള സ്ഥലമില്ല, മുറ്റത്തോട്ടാൻ പറ്റില്ല, കുറേ കംപ്ലൈൻ്റ് ആണ് ഒക്കെ സൈക്കിൾ കിട്ടിയപ്പോൾ. അങ്ങനെ ഉരുട്ടി നോക്കാൻ തിരിക്കാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കാണ്ട് ഉന്തുകയാണ്. അയ്യാനാണെങ്കിൽ പിന്നെ ഇരുത്തത്തുമ്പോൾ തന്നെയാണ്. അങ്ങനെ കൈ പിടിച്ച് ഞാൻ ഉന്തി കൊടുക്കാമെന്നപ്പോൾ കാക്കുന്നതാണ്. ഞാൻ ഉന്തി കൊടുത്തോളാറണ്ടേ, ഓൻ ഉന്തി കൊടുത്ത്. അങ്ങനെ ഉന്തി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്, ഓൻ്റെ സൈക്കിളിൻ്റെ ടയറിന് ഒരു പവറുണ്ട്, ഒരു വെറൈറ്റി പവർ. അത് അല്ലു കണ്ടിട്ടില്ലായിരുന്നു. കാരണം അല്ലു കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലുവിന് പിന്നെ അത് മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ചുട്ടി പോകുന്ന സമയത്താണ് അല്ലു സ്റ്റെക്കാവുന്നത്. ഇടയിൽ ഇങ്ങനെ സ്റ്റെക്ക്, അല്ലുവിടെ പോന്ന് അറിയുന്നുണ്ട്. അല്ലു അവിടെ സ്റ്റെക്കായി കിടക്കണേ. അങ്ങനെ ഹോൾഡായി നിൽക്കുന്ന സമയത്താണ് എന്താന്ന് വെച്ചാൽ ഓൻ്റെ സൈക്കിളിൻ്റെ സൈഡിലുള്ള 2 ചക്രങ്ങൾ ലൈറ്റ് എത്തും. സ്പീഡ് പോകുമ്പോൾ ലൈറ്റ് എത്തും. അതിന് ലൈറ്റ് എത്തണേ, അതൊക്കെ അത് ലൈറ്റ് എത്തണേ കണ്ടാ. അങ്ങനെ അല്ലു ഇതാ വീണ്ടും ഇങ്ങനെ സൈക്കിൾ ഓട്ടിക്കാണ്ടൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ കാലെത്താത്തതുകൊണ്ടും അങ്ങനെ ഇതാക്കിക്കാനും കുറച്ച് കഴിഞ്ഞാൽ അവനക്ക് നല്ലപോലെ യൂസ് ചെയ്യാനും ചവിട്ടാനും ഇതൊക്കെ പറ്റും. ഇപ്പം എന്തായാലും അവനക്ക് പിന്നെ ഇവർക്ക് കുറച്ച് വലിയ സൈക്കിൾ വാങ്ങിച്ചു. ഇവർ രണ്ടാളും പെട്ടെന്ന് വലിപ്പം വെക്കും, നീളം വെക്കും രണ്ടാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ സൈക്കിൾ വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ പിന്നെ ഉപയോഗിക്കാൻ പറ്റാതാവും. ഇതാര സൈക്കിളാ? എൻ്റെ സൈക്കിളാണോ? ഇല്ല, ലിയക്ക് വാങ്ങിയതല്ലേ? കേക്കുണ്ടാ? അപ്പൊ ഇതെനിക്ക് പുതിയതാ, എനിക്ക് പുതിയ സൈക്കിളാ. അങ്ങനെ പുതിയതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കാക്ക കാർ അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓൻ പേടിച്ച് വണ്ടി അങ്ങനെ ഓൻ്റെ മേത്തോട്ട് വെച്ചിട്ട് ഉമ്മച്ചി ഇറങ്ങണം എന്ന് പറഞ്ഞാണ്ട് ഇതാക്കി. ആ സമയത്ത് ഓനെ തല്ലിയില്ല കേട്ടോ, തല്ലിയതല്ലേ, ഓൻ്റെ മുഖത്തൊരു കൊതുകുണ്ടായിരുന്നു. അപ്പോൾ അതിനങ്ങോട്ട് അടിച്ചു തോന്നാണ്. അതിന് ശേഷം പിന്നെ ഓൻ്റെ സൈക്കിളെ നേരെ നമ്മൾ വീടിൻ്റെ അകത്തേട്ട് കയറ്റിയിട്ട് അപ്പോഴത്തേക്കും ഓന് ലൈറ്റ് കത്തുന്നത് അറിയാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഉരുട്ടുന്നിട്ട് എനിക്ക് കാണിച്ചു ഉമ്മച്ചി ലൈറ്റ് എന്ന് പറഞ്ഞാണ്ട്. ഓന് കയറിയിരിക്കണമെന്നില്ല, പക്ഷേ ആ ടൈമിൽ വന്ന് തൊടാനും പാടില്ല. ഇപ്പോൾ പറഞ്ഞു ഇപ്പാക്ക് വെള്ളിക്കൊക്കെ ഞാൻ എൻ്റെ സൈക്കിളൊക്കെ കൊണ്ടുപോയിട്ട് വേണ്ട എൻ്റെ സൈക്കിളെന്നൊക്കെ പറഞ്ഞാണ്ടേ നിന്ന് ഓനതിൽ കൊട്ടക്കടയപ്പോൾ ഓനക്ക് ഓൻ്റെ ആ സ്കൂട്ടറൊക്കെ കൊട്ടയിലിടലും ഓൻ്റെ സാധനങ്ങളൊക്കെ കൊട്ടയിലിട്ടാണ് ഇങ്ങനെ ഉന്തി നടക്കും. അതാണ് ഓൻ്റെ പരിപാടി, ബെല്ലടിക്കുക അതൊക്കെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് ട്യൂഷനൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ എൻ്റെ സൈക്കിൾ തരുന്നിട്ട് വേണ്ട, തരൂല, ആർക്കും തരൂല. കാരണം ഓനറ്റ് ഇരിക്കില്ല, എന്നിട്ട് വേറെ ആരെങ്കിലും തൊടാൻ വന്നാലേ അതിനിട്ട് സമ്മതിക്കില്ല. അല്ലു അപ്പോൾ സൈക്കിളൊക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ടേ സ്കൂട്ടർ എടുത്ത് കണ്ട് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പറയാണ് സ്കൂട്ടറിന് ബ്രേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് കാണിച്ചു തരികയാണ്. സ്കൂട്ടറിന് ബ്രേക്ക് ഉണ്ട്, സൈക്കിളിന് ഈ ബ്രേക്ക് ഇല്ല. അപ്പം മുമ്പിലുള്ള ബ്രേക്ക് അറിഞ്ഞിട്ടില്ല. അങ്ങനെ അതിന് ശേഷം ബ്രേക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വീണ്ടും വണ്ടിയൊക്കെ സ്ഥലം മാറിയപ്പോഴേ വീണ്ടും ചവിട്ടാൻ നോക്കണം. അപ്പോൾ ഓള് ചവിട്ടിയിട്ടും പോരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് ഫൈനലി നല്ല പോലെ തന്നെ അവള് ചവിട്ടാനൊക്കെ തുടങ്ങി. സ്കൂളിലൊക്കെ പോയി കണ്ട് തിരിച്ചു വരാനും താക്കാനൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ പോയ സമയത്ത് അവിടെ കുണ്ടിൽ മഴവെള്ളം ടാങ്കിൽ നിന്ന് വെള്ളം ചാടിക്കാൻ അവിടെ കുഴിയുണ്ട്. അപ്പോൾ അവിടെ കുടുങ്ങിയപ്പോൾ അയ്യാൻ പോയി കണ്ട് ഉന്തി കൊടുക്കാൻ പോയതാണ്. അങ്ങനെ ഓളെന്നെ ഇറങ്ങിക്കാണ്ട് തിരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ച് അങ്ങനെ അയ്യാൻ ഓള് കുത്താൻ വെച്ചിട്ട് അയ്യാൻ പേടിച്ചു വിടുകയാണ്. അങ്ങനെ അതിൻ്റെ ശേഷം അയ്യാൻ കൊള്ളിയെടുത്തിട്ട് ഓളെ സൈക്കിളിൻ്റെ പിന്നലും മണ്ടലും അങ്ങനെ കേൾക്കാണ്ട് ആ ഒരു ദിവസം ഫുള്ള് പിന്നെ അതുപോലെ അങ്ങോട്ട് പോയി. ഞാൻ അല്ലുവിൻ്റെ ചിക്കൻ ബനാന കണ്ടാലോ?